പ്രിയപ്പെട്ടവരെ, കേരള സർക്കാർ പുതിയൊരു പരിപാടിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മദ്യപാനികൾക്കുള്ള ഒരു സുവർണ അവസരം എന്ന നിലയിലാണ് 20 രൂപ കൂടി മദ്യത്തിന് വില കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ആ 20 രൂപ കൂട്ടിയാൽ, ഒരു കുപ്പിക്ക് 20 രൂപ കൂട്ടിയാൽ പിന്നീട് തിരികെ ആ കുപ്പി കൊണ്ട് കൊടുത്താൽ 20 രൂപ കുറച്ചു കൊടുക്കും. നല്ലൊരു പരിപാടിയായിട്ടാണ് ഗവൺമെന്റ് ഇതിനെ കാണുന്നത്. ഈ പരിപാടി കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല. ഈ പരിപാടി കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് മദ്യശാലകളിൽ മദ്യപന്മാർ വരുന്നത് ഒരിക്കലും കുറയരുത്. 20 രൂപ കുപ്പിക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുപ്പിയുമായിട്ട് വീണ്ടും ഇവർ മദ്യശാലയിലേക്ക് വരികയാണ്. വരുമ്പോൾ എന്നാൽ ബാക്കി എന്തെങ്കിലും ഇച്ചിരി പൈസ കൊടുത്ത് പുതിയൊരു കുപ്പി വാങ്ങിച്ചുകൊണ്ട് പോകാം. അങ്ങനെ നിരന്തരം ഈ മദ്യപാന്മാരെ, മദ്യം കുടിക്കുന്ന ആളുകളെ അവരുടെ മദ്യാസക്തി കുറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് രാജേഷ് എന്ന് പറയുന്ന മന്ത്രിയാണ്. അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതോടൊപ്പം തന്നെ എക്സൈസിന്റെയും രണ്ടിന്റെയും ചുമതലയാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുറയ്ക്കാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. ഇതുകൊണ്ട് എങ്ങനെയാണ് കുപ്പികളുടെ മാലിന്യം കുറയ്ക്കുന്നത്? വീണ്ടും ഈ വരുന്ന ആളുകൾ വീണ്ടും കുപ്പി വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഈ കുപ്പി വൃത്തിയാക്കിയിട്ട് വീണ്ടും മദ്യശാലകളിൽ തന്നെ എത്തിക്കാനുള്ള നീക്കമാണോ? ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കി വീണ്ടും കേരളത്തിലെ ജനങ്ങളെ മദ്യാസക്തിയിലേക്ക് വലിച്ചു നീട്ടുവാനുള്ള ഈ പ്രവർത്തനം അവസാനിപ്പിക്കണം. ഇത് ശരിയായൊരു നടപടിയല്ല. ഇങ്ങനത്തിലുള്ള പരിപാടികളിൽ കൂടി നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ഈ മന്ത്രിയും മന്ത്രിസഭയും എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ എല്ലാ സിസ്റ്റവും തകർന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ സിസ്റ്റം തകരുന്നു, ആരോഗ്യ മേഖലയിലെ സിസ്റ്റം തകരുന്നു, ഗവൺമെന്റിന്റെ സിസ്റ്റം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കൂട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് പരിപാടിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ പ്രതിഷേധിക്കേണ്ട സമയമാണ്.